സംസ്ഥാനത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടിയപ്പോഴാണ് ഒടുവിൽ പോലീസ് അരയും തലയും മുറുക്കി ഇറങ്ങിയത്. ഗുണ്ടകളെ വിലങ്ങണിയിക്കാൻ ഇന്ന് പുലർച്ചെ മുതൽ പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ആരംഭിച്ചു. ഗുണ്ട ഹോട്ട്സ്പോട്ടുകളിൽ വ്യാപക പരിശോധന തുടരുകയാണ്. 1.5 ആഴ്ചക്കിടെ 5-ലധികം ജീവനുകളാണ് ഗുണ്ട ആക്രമണത്തിൽ പൊലിഞ്ഞത്. തലസ്ഥാന നഗരത്തിലെ കരമനയിൽ ഒരു യുവാവിനെ കമ്പി കൊണ്ടടിച്ചും കല്ല് വലിച്ചെറിഞ്ഞും ഗുണ്ടാ സംഘം കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത്. ഇക്കഴിഞ്ഞ 1.5 ആഴ്ചക്കിടെ 10ഓളം ഗുണ്ടാക്രമണ സംഭവങ്ങൾ സംസ്ഥാനത്തുണ്ടായി. ചോരയൊഴുക്കി ക്രമസമാധാന നില തകർക്കുന്ന ഗുണ്ടാ സംഘങ്ങൾക്ക് ആര് മൂക്ക് കയറിടും? കരമന മാത്രമല്ല, ആലുവ ചൊവ്വരയിൽ ബസ് സ്റ്റാൻഡിലിരുന്ന മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവരെ ഗുണ്ടകൾ തല്ലിച്ചതച്ച സംഭവം. തൃശൂർ ചേർപ്പിൽ അച്ഛനും മകനുമായുള്ള വഴക്കിൽ ഇടപെട്ട യുവാവിനെ ഗുണ്ടകൾ അടിച്ചുകൊന്നു. എറണാകുളം തമ്മനത്ത് നടുറോഡിൽ ബൈക്ക് വച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊന്നു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വീഴ്ച പല തവണ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. പോലീസ് നോക്കുകുത്തിയാണ്. കാരണം വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ്. ആർക്കും പണമുണ്ടെങ്കിൽ ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്താൽ ആരെയും കൊല്ലാനും ആരുടെയും കൈയും കാലും വെട്ടാനും ആരെയും വീട് കയറി ആക്രമിക്കാനും നടക്കും. പിന്നാലെയാണ് ഗുണ്ടകളെ പൂട്ടാൻ പോലീസിന്റെ നീക്കം. ക്രമസമാധാന ചുമതലയുള്ള ADGP SP-മാരുടെ യോഗം വിളിച്ചു. കൊലവിളിയുമായി നാടുവിറപ്പിക്കുന്ന ഗുണ്ടകളെ പൂട്ടാൻ പോലീസിന്റെ പുതിയ ആക്ഷൻ പ്ലാൻ. ഗുണ്ടാ ലിസ്റ്റ് പുതുക്കി സ്ഥിരം കുറ്റവാളികളെ കൂടുതൽ നിരീക്ഷിക്കും. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ലിസ്റ്റിൽപ്പെടാതെ രക്ഷപ്പെട്ടവരെയും കണ്ടെത്തും. ഇതെല്ലാം നടപ്പിലാക്കാൻ പോലീസിന്റെ ആക്ഷൻ ഇന്ന് മുതൽ ആരംഭിച്ചു. ഓപ്പറേഷൻ ആഗ്. പുലർച്ചെ 5 മണി മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ റെയ്ഡും പരിശോധനകളും നടന്നു. കാപ്പ് ചുമത്തി നാടുകടത്തിയിട്ടും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് നടക്കുന്നവർ, ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തവർ, ഇവരെയൊക്കെ കണ്ടെത്തുകയാണ് പോലീസ് ലക്ഷ്യം. കൂടാതെ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടത്തിയ പരിശോധനയിൽ കാപ്പ് ചുമത്തി നാടുകടത്തിയ ഗുണ്ടാ നേതാവിനെ നേമത്ത് നിന്നും പിടികൂടി. ഈ ആന്റി സോഷ്യൽസ് ഗുണ്ടാസിന്റെ എതിരെ ഒരു കൺസേർട്ടഡ് ആക്ഷൻ ഉണ്ടാവണമെന്ന ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ 6 മണി തൊട്ട് ഈ ആന്റി സോഷ്യൽസിന്റെ ചെക്കിങ്ങും അവരുടെ വീടുകളുടെ റെയ്ഡ് ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ആവും. ഈ ആക്ഷൻ അടുത്ത 10 ദിവസത്തേക്ക് കണ്ടിന്യൂ ആവും. അത് കഴിഞ്ഞിട്ടും ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഇത്തരം ഗുണ്ടാ സംഘങ്ങളുടെ ഹോട്ട്സ്പോട്ടുകളിൽ പോലീസ് കൂടുതൽ നിരീക്ഷണം നടത്തും. ഗുണ്ടാ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം കൂടാൻ കാരണം ലഹരി ഉപയോഗവും ലഹരി വിൽപ്പനയുമാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. ഇത്തരം ലഹരി വിൽപ്പനക്കാരെ പിടികൂടാൻ സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തും. നൈറ്റ് പെട്രോളിംഗ് ശക്തിപ്പെടുത്തും. സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ നിരന്തര നിരീക്ഷണം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി എത്തുന്നത് തടയാൻ നീക്കങ്ങൾ. പക്ഷേ അപ്പോഴും ചില കാര്യങ്ങൾ ബാക്കിയാണ്. സ്റ്റേഷൻ പരിധികളിൽ സ്ഥിരം ക്രിമിനലുകളെ നിരീക്ഷിക്കുന്നതിലെ വീഴ്ച, കാപ്പ നിയമം ഉപയോഗിച്ച് കൊടും ക്രിമിനലുകളെ കരുതൽ തടങ്കലിലാക്കുന്നതിൽ ഒത്തുകളികൾ, കൊലക്കേസ് പ്രതികൾ ജാമ്യത്തിലിറങ്ങി എന്തും ചെയ്യുന്ന സ്ഥിതി. ഇതിനൊക്കെ പോലീസും ആഭ്യന്തര വകുപ്പും എന്തു മറുപടി പറയും? ആവേശം മോഡൽ പാർട്ടി സംഘടിപ്പിച്ചത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടു. പോലീസ് വീഴ്ചയുടെയും ചില ഒത്തുകളിയുടെയും ഉദാഹരണമാണത്. പോലീസിന്റെ സർവൈലൻസുകളെ വെല്ലുവിളിച്ച പാർട്ടി സംഘടിപ്പിച്ചവർ വീണ്ടും വീണ്ടും നെഞ്ചുവിരിച്ച് നടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. തിരുവനന്തപുരത്തു നിന്നും ഷഫീദ് റാവുത്തറിനൊപ്പം സൂരജ് സജി, 24.